വിദേശത്ത് ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടിപ്പ് കേസിൽ ജയിൽവാസം കഴിഞ്ഞിറങ്ങിയ ചിഞ്ചുവും ഭർത്താവ് അനീഷും കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായി. തട്ടിപ്പ് കേസിൽ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ചിഞ്ചുവും ഭർത്താവ് അനീഷുമാണ് ഇപ്പോൾ കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കൊല്ലം ഈസ്റ്റ് കല്ലട മണിവീണയിൽ 45-കാരിയായ ചിഞ്ചു, തൃശൂർ കൊടുങ്ങല്ലൂർ ശൃംഖപുരം അനീഷ് എന്നിവരാണ് ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്ത് യുവാക്കളെ കെണിയിൽപ്പെടുത്തുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈറ്റ് വഴി പരസ്യം നൽകിയാണ് ഭാര്യയും ഭർത്താവും തട്ടിപ്പ് നടത്തിയത്. വിദേശത്ത് ജോലി ലഭിക്കാൻ 50 ലക്ഷം നൽകിയവരുടെ പരാതിയാണ് വീണ്ടും അനീഷ് ചിഞ്ചു ദമ്പതികൾ പിടിയിലാകാൻ കാരണം. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും പുറത്തുപോകാനുള്ള വീസ ലഭിക്കാതെ വന്നതോടെ ഉദ്യോഗാർത്ഥികൾ കരുനാഗപ്പള്ളി പോലീസിനെ സമീപിച്ചു. പോലീസ് അന്വേഷണത്തിൽ സ്ഥിരം തട്ടിപ്പുകാരായ ദമ്പതികളാണ് തൊഴിലന്വേഷകരെ കെണിയിലാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലായി. രഹസ്യ നീക്കത്തിന് പിന്നാലെ എറണാകുളത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസം ചിഞ്ചുവിനെയും അനീഷിനെയും കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയത്. ACP VS പ്രദീപ് കുമാറിന്റെ മേൽനോട്ടത്തിൽ SHO അനൂപ്, SI-മാരായ ഷമീർ, ആഷിഖ്, ജോയ്, ASI-മാരായ ഉഷ, റിലേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഹാഷിം എന്നിവരടങ്ങിയ സംഘമാണ് ദമ്പതികളെ കസ്റ്റഡിയിലെടുത്തത്. കോടതി ഇരുവരെയും റിമാൻഡ് ചെയ്തു. ഭാര്യയും ഭർത്താവും ചേർന്ന് നടത്തിയിരുന്ന വൻ തട്ടിപ്പ് ആദ്യഘട്ടത്തിൽ പൊതുശ്രദ്ധയിൽ കൊണ്ടുവന്നത് ന്യൂസ് മലയാളത്തിന്റെ കൊല്ലം ബ്യൂറോയാണ്. ചിഞ്ചുവിന്റെയും അനീഷിന്റെയും കെണിയിലകപ്പെട്ട് വിദേശത്ത് ഇരുട്ടുമുറിയിൽ കഴിയേണ്ടി വന്നവരുടെ വാർത്ത ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്നു. ഇതിന് പിന്നാലെയാണ് ഇവർ ആദ്യം പുനലൂർ പോലീസിന്റെ പിടിയിലാകുന്നത്. ന്യൂസ് മലയാളം, കൊല്ലം.